യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബൊഗെയിൻവില്ലകളുടെ വെറൈറ്റികൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് മലപ്പുറം ജില്ലയിലേക്കാണ്. ഈ ഗാർഡനിലെത്തുമ്പോൾ നമ്മൾ സ്വപ്നത്തിലാണോ അതോ സ്വർഗത്തിലാണോ എന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഗാർഡൻ. മലപ്പുറം ജില്ലയിൽ എടപ്പാളിനും പൊന്നാനിക്കും ഇടയിൽ BM എന്ന സ്ഥലത്തിനടുത്താണ് റസ്നാസ് ഗാർഡൻ എന്ന ഈ ഗാർഡൻ ഉള്ളത്. ഇതൊരു ഓൺലൈൻ ഗാർഡനാണ്. ഇവർക്ക് വീട്ടിൽ സെയിലില്ല. ഇതൊരു വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി ഗാർഡനാണ്. ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ലോകത്തേക്ക് എത്തുന്ന ഒരു പ്രതീതിയാണ്. അത്രമാത്രം ഭംഗിയോടുകൂടിയാണ് ഇവിടെ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പോട്ടെല്ലാം നല്ല വെള്ള അല്ലെന്നുണ്ടെങ്കിൽ ചുവപ്പ് കളറടിച്ചിട്ട് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നേഴ്സറിയാണ് ഈ നേഴ്സറി. ഇതൊരു ഓൺലൈൻ നേഴ്സറിയാണ്. അവർക്ക് സെയിൽ ഓൾ ഇന്ത്യ ഉണ്ട്. അതെല്ലാം നമുക്ക് DTDC കൊറിയർ വഴി കിട്ടുന്നതാണ്. കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഈ നേഴ്സറിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ, അവരുടെ ഓരോ വെറൈറ്റികൾ ഇതെല്ലാം നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് നമുക്ക് ഈ ചേച്ചിയോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ചേച്ചി, യാത്രാ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഗാർഡനെ കുറിച്ചൊന്ന് പറയാമോ? പറയാലോ. ഗാർഡനെ കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിൽ കൂടുതലും ഹൈബ്രിഡ് ബൊഗെയിൻവില്ലാണ് ഉള്ളത്. മലേഷ്യൻ വെറൈറ്റീസ് ആണ് ഉള്ളത്. ഒരു 100+ വെറൈറ്റീസ് ഉണ്ട്. ഞാനൊരു 7 വർഷമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെയിൽ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്ത് വന്ന് പെട്ട പോലെയാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് നമുക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ചെടിയെങ്കിലും ഒരു വീട്ടിൽ വെക്കാൻ നോക്കുക. അത്ര നമുക്കൊരു മൈൻഡിന് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. അതെ അതെ. ഇവിടെ ഓൺലൈൻ സെയിലാണോ അതോ നമ്മളിവിടെ? ഓൺലൈനിലാണ് സെയിൽ. നമ്മൾ വീട്ടിൽ സെയിലില്ല. നമുക്കൊരു വണ്ടി, ട്രാൻസ്പോർട്ടിന്റെ വണ്ടി ഉണ്ട്, അതിൽ അയച്ചു കൊടുക്കും. അത് ഔട്ട് ഓഫ് കേരളൊക്കെ ആണെങ്കിൽ നമ്മൾ DTDC വഴി അയച്ചു കൊടുക്കും. ഓക്കെ, നമുക്ക് ഇവിടെയുള്ള വെറൈറ്റികളൊന്ന് പരിചയപ്പെടാം. ഇത് സക്കുറ ബെല്ലാക്ക എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും. ഇത് കണ്ടില്ലേ, കൊട്ടയിൽ ഇങ്ങനെ ഒരു പൂ കൊണ്ട് വെച്ച ഫീലാണ് ഇതിന് വരുന്നത്. ഇത് 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് ഗ്രീൻ ലീഫും മറ്റേത് വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത്. രണ്ടിലും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവാട്ടാ. അതുപോലെ കുഞ്ഞുകുഞ്ഞാ പൂക്കൾ ഉണ്ടാവും. പിന്നെ എഡ്ജൊക്കെ കണ്ടില്ലേ, ഒരു വ്യത്യസ്തത ഉണ്ട്. ഈ പൂക്കളുടെ എഡ്ജ് ഒരു കൂർത്തിട്ടായിരിക്കുന്നത്. അതന്നെ, റെഡ് ഞാൻ പെയിന്റ് അടിച്ചതാട്ടാ. ശരിക്കും ടെറാക്കോട്ടയുടെ കളറായിരുന്നു. നമ്മൾ അതിൽ ആ പെയിന്റ് കൊടുത്തപ്പോ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്തു ഈ ചെടി. ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ റാവു എന്ന് പേരുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ പൂക്കള് ഒരുപാട് കളറിക്ക് ചേഞ്ച് ആയി വരും. ആദ്യം തന്നെ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരും. പിന്നെ നോക്ക്, ഇതൊക്കെ കണ്ടില്ലേ, പല പല ഷെയ്ഡിലായിട്ടാണ് ചേഞ്ച് ആയി വരുന്നത്. ഇത് ഏകദേശം ഒന്ന് കൊഴിയാനായിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടത്. റെഡ്, ഓറഞ്ച്, ഗോൾഡൻ റാവു പുതിയ വെറൈറ്റി ആട്ടോ. ഇല്ല, മലേഷ്യൻ വെറൈറ്റിയിൽ പുതിയത് ഇക്കൊല്ലം ഇറങ്ങിയ വെറൈറ്റി ആണ്. അല്ല, ഒരുപാട് കളക്ടേഴ്സിന്റെ കയ്യിൽ ഒരുപാട് കാലങ്ങളായി ഉണ്ടാവും. നമുക്ക് സെയിലിനൊക്കെ ആയിട്ട് ഇപ്പോഴാണ് ഉണ്ട്. സെയിലിനുണ്ട് ഓൺലൈനില്. ഇത് ടാങ്ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നല്ല ഭംഗിയത്. പൂക്കള് ഉണരില്ല, എപ്പോഴും ഉറങ്ങിക്കൊണ്ടാണത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പർപ്പിൾ ആണ് വരുന്നത്. ടാങ്ലോങ്ങിൽ പർപ്പിൾ. ഇതിന്റെ റെഡ് ഉണ്ട്. അപ്പൊ പൂക്കളായിട്ടുണ്ടോന്ന് അറിയില്ല. നടുക്കൊരു വെള്ള പൊട്ട് പോലെ അതാണ് അതിന്റെ ഭംഗി. എത്ര നിറച്ചു തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും. ടാങ്ലോൺ റെഡും പർപ്പിളും അല്ലാതെ വേറെ ഏതെങ്കിലും വെറൈറ്റി? പിന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ പൂക്കൾ ഉണ്ടായിട്ടില്ല. ടാങ്ലോങ്ങിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, ബേബി പിങ്ക് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ഉണ്ട് കളേഴ്സ്. ഇത് ഓറഞ്ച് ആണ്. ഫയറോപ്പൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഉച്ചയ കാരണം വെള്ളം കിട്ടാത്ത കാരണം വാടി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കളറാണ്, നല്ല ബ്രൈറ്റ് കളറാണ്. നമ്മള് ഹൈബ്രിഡ് വെറൈറ്റിയിൽ സ്റ്റാർട്ടിങ്ങിൽ വന്ന ഒരു വെറൈറ്റീസ് ആണ് ഇതൊക്കെ. ഫയറോപ്പൽ ഓറഞ്ച് എന്ന് പറയും. ഇതിന്റെ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ. നല്ല ബിഗ് സൈസ് തന്നെയാണ് വരുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടഡ് വെറൈറ്റീസ് ആണ്. തായ്ലൻഡ് ആണ് അല്ലേ? അല്ല, മലേഷ്യൻ വെറൈറ്റി ആണ്. ഫയറോപ്പൽ ഓറഞ്ച്. ഇനി നമുക്ക് റൂബി റെഡിനെ പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് റൂബി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. നല്ല ഭംഗിയായിട്ടാണ്, നിറച്ച് തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവും. ഒരു ബീറ്റ്റൂട്ടിന്റെ ഒക്കെ ഒരു കളറാണ് ഇതിന് വരുന്നത്. ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ഒക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ ഒരു കളറായിട്ടാണ് വരുന്നത്. ഇതിന്റെ ഇത് കണ്ടില്ലേ, എഡ്ജ്, പെറ്റൽസിന്റെ എഡ്ജ് കണ്ടില്ലേ, ഒരു കൂർത്ത മോഡലാണ് വരുന്നത്.
ഇതിന്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലുണ്ട് കേട്ടോ. സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയെ കാണാൻ, ചോപ്പ് പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇല കാണാതെ നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ്. റൂബി റെഡ്, ഫ്ലെയിം റെഡ്, അതിന്റെ ഇടയിൽ ഒരു വൈറ്റും കൂടി വെച്ച് കൊടുത്താൽ പൊളിക്കും. ഒരു ലൈറ്റ് ഗ്രീൻ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ പൂവൊന്നും കൊഴിയില്ല കേട്ടാ. ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. ഭയങ്കര ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നുള്ളി കളഞ്ഞാൽ മാത്രമേ പൂവ് കൊഴിയുള്ളൂ. ഇതുപോലെ ഒരു തുമ്പ് ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാലേ അടുത്തത് വരുള്ളൂ. നിൽക്കും. പിന്നെ ഇത് നിറച്ചിങ്ങനെ വരുമ്പോ ഒരു ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ആവും. ലൈറ്റ് ഗ്രീനിലേക്ക് ആവും പൂക്കള്. ഇതിനെല്ലാം ഭംഗി കൊടുക്കുന്നത് ആ ചട്ടിയുടെ ചട്ടി. നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി. ഈ ഹാങ്ങിങ് ബോട്ടിൽ നമുക്ക് സെയിലിനുണ്ട് കേട്ടാ. ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ ആണ്. 33 സൈസ് വിത്ത് ചെയിൻ ആൻഡ് ട്രേ. അതിൽ നമ്മൾ പിന്നെ റെഡ് കളർ അടിക്കും അല്ലേ? ഇത് റെഡ് കളർ അടിച്ചതാ. ശരിക്കും ഉള്ളത് ടെറാക്കോട്ട ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇതെല്ലാം ഓൺലൈൻ സെയിലുണ്ട്. ഓൺലൈൻ സെയിൽ. ഇത് സൂഫിയ ഇന്ത്യാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടാ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കളറേക്ക് ചേഞ്ച് ആയി വരുന്ന ഒരു ഇതാണ്. ഇത് പൂ വിരിഞ്ഞ് വരുന്നുള്ളൂ. കണ്ടില്ലേ? ആദ്യം വൈറ്റില് വരും. പിന്നെ അർജുനേക്കാളും ഭംഗിയാ ഇതിനെ കാണാൻ. ഇത് ഭയങ്കര രസമാണ് കാണാൻ. ആദ്യം നോക്ക്, ഇതിന്റെ വൈറ്റ് ആണ്, കൊഴിയാനും ആയി ഇതേപോലെ. എന്നിട്ട് ഇതിലേക്ക് കളറേക്ക് ചേഞ്ച് ആയി വരും. ഇത് വാട്ടർ മെലൻ കിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ഇതിന്റെ. ആദ്യം ഒരു ലൈറ്റ് പിങ്ക് വരും, എന്നിട്ട് ഡാർക്കിലേക്ക് ഇങ്ങനെ ചേഞ്ച് ആയി വരെ ചെയ്യാട്ടാ. കണ്ടില്ലേ? അത് അർജുന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആട്ടാ. നല്ല റയർ വെറൈറ്റി ആണ്. ഈ ഇയറിലാണ് കൂടുതലായിട്ട് കിട്ടി തുടങ്ങിയിട്ടുള്ളത് എല്ലാവരും കയ്യിലേക്ക്. കളക്ടേഴ്സിന്റെ കയ്യിൽ ആദ്യമേ ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പൊ എല്ലാവരുടെ കയ്യിലേക്ക് നമുക്ക് സെയിൽ എത്തിയിട്ടുണ്ട്. സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടാ. ഇത് 2 കളറാണ്. ഒരു പെറ്റലുമ്പോ തന്നെ നടുവിലായിട്ട് കണ്ടില്ലേ, ഒരു ലൈൻ പോലെയാണ് ഇതിന്റെ കളർ വരുന്നത്. ഒരു ക്രീം ഷെയ്ഡ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ്. കണ്ടാ? നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാൻ. ഇതിന്റെ പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ടുള്ളത്. എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടാ. നല്ല ഭംഗി ഇതിന്റെ പൂക്കൾ കാണാൻ. നല്ല വെയിലടിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ തിളങ്ങണ കളറാട്ടാ. ശരിക്കും നല്ല ബ്രൈറ്റ് കളറാണ് വരുന്നത്. ഫ്ലെയിം പോലെ തന്നെ തീയുടെ ഒരു കളറാണ് ഇത് ശരിക്കും. അതിന്റെ നടുക്കൊരു വൈറ്റ് സ്പോട്ട് ഉണ്ട് അല്ലേ? ഒരു ചെറുതായിട്ടൊരു വൈറ്റ് വരും ഇതിന്റെ ഇടയിൽ പൂക്കളുണ്ട്. അത് ഒരുവിധ പൂക്കൾക്കൊക്കെ ഉണ്ട് ആ ഒരു വൈറ്റ്. ഇതിന് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അത് റെഡ് ആയ കാരണേ പൂക്കളൊക്കെ ഏകദേശം കൊഴിഞ്ഞു തുടങ്ങി. മഴ പെയ്തില്ലേ അതിന്റെ ഇടയിൽ. അപ്പൊ അതാണ് ഒന്ന് ഫെയ്ഡ് ആയിക്കണം. അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കളറാ. ഇതും അതിന്റെ പോട്ട് റെഡും കൂടെ ആയപ്പോഴത്തേനും ഇതിന് വൈറ്റ് പോട്ടായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കണ്ടില്ലേ? ഈ ഇതിന് വൈറ്റ് ഇട്ടപ്പോ ഒരു വേറെ ഭംഗി. അത് ശരിയാ. അതേപോലെ അതേതാണ് ഇപ്പഴത്തെ വൈറ്റ് പോട്ടിലുള്ളത്? അത് ഫ്ലെയിം റെഡ് തന്നെ കേട്ടാ. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ഫ്ലെയിം ആൻഡ് റൂബി. ഇതേപോലെ റൂബി ഒന്ന് ഫ്ലെയിം. ഇത് റൂബി. കണ്ടില്ലേ? റൂബി വൈറ്റിൽ വന്നപ്പോൾ ഭംഗിയുണ്ട്. ലൈലാക് ഫോർമോസ എന്ന് പറയും. കണ്ടില്ലേ? ലൈലാക് ഫോർമോസ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പൂക്കള് ശരിക്കും തുണിയിൽ ഉജാല മുക്കിയ ഒരു കളറാ വരാ. നല്ല ഭംഗിയായിട്ടാ കാണാൻ. തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും. ഇതും മലേഷ്യൻ വെറൈറ്റി തന്നെയാണ്. അല്ല, ഇത് കുറച്ച് മുന്നുള്ള വെറൈറ്റി ആണ്. നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഇതുണ്ട് നമുക്ക് കിട്ടാ. സെയിലിനായിട്ട് പ്ലാന്റ്സ് ഉണ്ട്. ഇതും ഭംഗിയുണ്ട്. ഇത് ബ്രിസ പീച്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടാ. ഇതും ഈ പറഞ്ഞ പോലെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവും. നല്ല റയർ വെറൈറ്റീസ് ആണ്. ഇതൊന്നും കിട്ടാനില്ല നമുക്ക്. ഇതിന്റെ പ്ലാന്റ് ഒന്നും കിട്ടാനില്ല. നല്ല എൻക്വയറി ആണ്. അതേപോലെ തന്നെ ബ്രിസ റെഡ് ഉണ്ട്. പൂക്കൾ വിരിഞ്ഞുകൊണ്ട് വരുന്നുള്ളൂ. നല്ല ഭംഗി. അതാണ്. ഇതൊന്നും കിട്ടാനില്ല നമുക്ക്. ഇതിന്റെ പ്ലാന്റ് ഒന്നും കിട്ടാനില്ല. നല്ല എൻക്വയറി ആണ്. അതേപോലെ തന്നെ ബ്രിസ റെഡ് ഉണ്ട്. പൂക്കൾ വിരിഞ്ഞുകൊണ്ട് വരുന്നുള്ളൂ. നല്ല ഭംഗി അത് രണ്ടും കാണാൻ. അതേപോലെ ഇപ്പൊ ഇതിന്റെ ബ്രിസയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. വൈറ്റ് അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പേർപ്പിള് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് മാജിക് ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. 2 കളറാണ് ഇതിന്റെ പെറ്റൽസ് വരുന്നത്. വൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് ആണ് വരാ. അതേപോലെ തന്നെ ഇതിന്റെ ലീഫ് കണ്ടില്ലേ? ലീഫ് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡിലേക്കാണ് വരാ. വെരിഗേറ്റഡ്. ഇതിന്റെ പേര് മിസ് വേൾഡ് എന്നാണ്. നമ്മൾ നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിന്റെ പെറ്റൽസ് വരുന്നത്. ഇതിനേക്കാളും ഡാർക്ക് കളർ ആവൂട്ടാ. ഇപ്പൊ ഒന്ന് കൊഴിയാനായ കാരണം ഫെയ്ഡ് ആയിരിക്കാണ്. ഇതും നല്ല ഭംഗിയ. പേര് പോലെ തന്നെ ഭയങ്കര എൻക്വയറി ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് അവൈലബിൾ ആ. വെരിഗേറ്റഡ് റൂബി റെഡ് ആട്ടാ. നമ്മൾ നേരത്തെ റൂബി റെഡ് മാത്രം കാണിച്ചില്ലേ? ഇതിന്റെ ലീഫ് വെരിഗേഷൻ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്.
വെരിഗേറ്റഡ് റൂബി റെഡ് പുതിയ വെറൈറ്റി ആട്ടാ ഈ ഇയറിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ വെരിഗേറ്റഡ് ഫ്ലെയിം റെഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. ഇതാണ് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റ് വരുന്നത്, വെരിഗേറ്റഡ് ആയിട്ടുള്ള കണ്ടില്ലേ, ഇതേപോലെ വരുന്നത് കണ്ടില്ലേ. ഇത് ഇതൊരു വെറൈറ്റി പ്ലാന്റ് തന്നെ കേട്ടാ. സാന്തം ബാത്തിക് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇതിന്റെ ലീഫാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ലീഫ് ഫുള്ള് പ്ലെയിൻ ആയിട്ടും വരും, വെരിഗേറ്റഡ് ആയിട്ടും വരും. പൂക്കളാണെന്നുണ്ടെങ്കിൽ ഒരു ലെവൻഡർ കളറിലാണ് ഈ പൂക്കൾ വരുന്നത്. പൂ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേറൊരു പ്ലാന്റുമ്പോൾ പൂവുണ്ട്, കാണണമെങ്കിൽ കാണാം. ഇത് അഡർന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടാ. ഈ ഇയറിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അഡർന എന്ന് പറയുന്നത്. ഇതിന്റെ പെറ്റൽസ് നിങ്ങൾ നോക്കൊന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റും. കണ്ടില്ലേ, പല കളറിലേക്കാണ് ചേഞ്ച് ആയി വരുന്നത്. നല്ല ഭംഗി, നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാവും. മഞ്ഞ, റെഡ്, അതുപോലെ ഇതുപോലെ മിക്സ് ആയിട്ടൊക്കെ വരും. പല കളറിലേക്ക് ചേഞ്ച് ആയി വരും. എന്ന് പറയുന്ന ഒരു വെറൈറ്റി, ഇതെന്റെ ഒരു മദർ പ്ലാന്റ് ആണ്. പൂവൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം കളർ ശരിക്കും നല്ല ഓറഞ്ച് ആൻഡ് വൈറ്റ് ആണ് ഇതിന്റെ കളർ വരുന്നത്. ഇപ്പൊ ഒരു പീച്ച് കളറേക്ക് മാറിയിട്ടുണ്ട്. മഹാറാണി. ഇത് വേറൊരു വെറൈറ്റി ആണ്, മിസ് ഹോളണ്ട് എന്ന് പറയും. മിസ് വേൾഡ് കഴിഞ്ഞു, മിസ് ഹോളണ്ട് ആയി. ഇത് ഡാർക്ക് പിങ്ക് ആട്ടാ വരുന്നത് ആൻഡ് വൈറ്റ് കളർ ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്, നല്ല മൂവിങ് ഉള്ള പ്ലാന്റ് മിസ് ഹോളണ്ട്. അല്ല, ഇത് തിമ്മ എന്ന് പറയും. അത് പുതിയ വെറൈറ്റി തിമ്മ റെഡ് ആട്ടാ. ആദ്യത്തെ തിമ്മല്ല, ഇത് ഒരു ചൈനീസ് തിമ്മ റെഡ് എന്ന് പറയും. മിസ് ഹോളണ്ട് ബൊഗൈൻവില്ലയാണെന്ന് തോന്നത്തില്ല അല്ലേ? ഇല്ല, നല്ല ഭംഗിയാണ് കാണാൻ, ബൊക്കെ പോലെ ഇങ്ങനെ. ഇതാണ് സാന്തം ബാത്തിക്കിന്റെ ഫ്ലവർ വരുന്നത്. ഒരു പേർപ്പിൾ കളറാണ്, അല്ല പേർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ലാവണ്ടർ. ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ടുള്ളത്. വെരിഗേറ്റഡ് ലീഫാണ്. വെരിഗേറ്റഡ് ബ്രിസാ റെഡ് ആണ്. പൂക്കളൊക്കെ കൊഴിഞ്ഞു, പൂക്കളായി വരുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള മൂവിങ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ബ്രിസാ റെഡ് വെരിഗേറ്റഡ്. നമ്മൾ ബ്രിസാ പീച്ച് കണ്ടില്ല നേരത്തെ. ഇത് അതുപോലെ വെരിഗേറ്റഡ് ഫ്ലെയിം റെഡ് കണ്ടില്ലേ. വെരിഗേറ്റഡ് ഫ്ലെയിം റെഡ്. ഇപ്പൊ വെരിഗേറ്റഡ് അല്ല, ഇപ്പോഴാണ് ഫ്ലെയിം റെഡിന്റെ ഒക്കെ വരുന്നത്. ഇതൊക്കെ പുതിയത് ഈ ഇയറിൽ ഇറങ്ങിയതാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ കളക്ടേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഗോൾഡൻ സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഗോൾഡൻ സമ്മർ. വൈറ്റ് പൂക്കള്, യെല്ലോ ആൻഡ് ഗ്രീൻ കളറാണ് ഇതിന്റെ ലീഫ് വരുന്നത്. ഇതേപോലെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, ഹവായ് വൈറ്റ്. ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഇത് ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് ഗ്രീൻ ആൻഡ് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് ഇതിന്റെ ലീഫ് വരുന്നത്. മറ്റേ നമ്മൾ ഗോൾഡൻ സമ്മറിന് ഒരു ഗോൾഡൻ കളർ, അല്ല ഒരു യെല്ലോ ആൻഡ് വൈറ്റ് ഷെയ്ഡായിരുന്നു വന്നിരുന്നത്. ഇതിൽ പൂക്കൾ സെയിം തന്നെ, ലീഫ് വരുന്നത്. മറ്റേ നമ്മൾ ഗോൾഡൻ സമ്മറിന് ഒരു ഗോൾഡൻ കളർ, അല്ല ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളറുടെ പൂക്കൾ കാണാൻ. ഇതൊന്നും അല്ലട്ട കളർ, ഇത് നല്ല ബ്രൈറ്റ് പിങ്ക് ആണ് വരുന്നത്. ഒരു ഇതിനൊരു പൂക്കൾ ചെറുതായിട്ട് ചുരുണ്ടിരിക്കണം. ഇതിനൊരു നല്ല നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും. കുഞ്ഞു പൂക്കളാ കണ്ടില്ലേ, മറ്റുള്ള പൂക്കളെ വെച്ച് നോക്കുമ്പോ ചെറിയ പൂക്കളാ. ലോല എന്ന പേര് പോലെ തന്നെ സ്റ്റെമ്മൊക്കെ ഭയങ്കര ഇതാട്ടാ, സെൻസിറ്റീവാ, പെട്ടെന്ന് ഒടിയും. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ ഹാങ്ങിങ്ങിന് കൊടുക്കാനുണ്ടല്ലോ നമുക്ക് സെയിൽസ്. പോയി. ഇത് മൾട്ടിഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇതിങ്ങനെ കൊട പോലെ സ്റ്റൈലിൽ സെറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ പടർത്തി കൊടുത്തിട്ടുള്ളത്. 5 കളറാണ്, ചില്ലി വെറൈറ്റിയുടെ 5 കളറാണ് വന്നിട്ടുള്ളത്. ചില്ലി റെഡ്, ചില്ലി പിങ്ക്, ചില്ലി ഓറഞ്ച്, ചില്ലി യെല്ലോ ഇതുമേലുണ്ട് യെല്ലോ, ചില്ലി ഐസ്ക്രീം. ഇതാണ് ചില്ലി ഐസ്ക്രീം എന്ന് പറയുന്നത്. 5 കളറാണ് ഈ 3 പ്ലാന്റും. ഇത് ചില്ലി യെല്ലോ, ചില്ലി ഐസ്ക്രീമിന്റെ പൂ കണ്ടില്ലേ, നല്ല ഭംഗിയാ കാണാന്. ഇത് ചില്ലി പിങ്ക്, ചില്ലി ഓറഞ്ച്, ചില്ലി റെഡ്. ഇത് 5 എണ്ണം കൂടെ മൾട്ടിഗ്രാഫ്റ്റഡ് ആണ്. വലിയ പ്ലാന്റ് ആട്ടാ. ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആട്ടാ. ഇതിന്റെ പൂക്കൾ എന്ന് പറഞ്ഞാല് ഒരു ഡാർക്ക് റെഡ് അല്ല പിങ്ക് അല്ലാത്തൊരു കളറിൽ വന്നിട്ട് ഉള്ളിൽ വൈറ്റ് കളർ ഇങ്ങനെ വിതറിട്ട പോലെയാണ് തോന്നുന്നത്. അത് സൂം ചെയ്താൽ ശരിക്കും കാണാൻ പറ്റും. ക്രിസ്റ്റീന അല്ലേ? ക്രിസ്റ്റീന നല്ല ഭംഗി. അതിന്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ. ഓൾ ഇന്ത്യ നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? ഓൾ ഇന്ത്യ കൊടുക്കാം. ഓൾ ഇന്ത്യ ഒക്കെ ആവുമ്പോൾ DTDC വഴി നമ്മൾ കൊടുക്കാം. കേരളത്തിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഉണ്ട്. അതെല്ലേ. ക്രിസ്റ്റീനയുടെ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു പ്ലാന്റ്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ.
പിന്നെ അധികം ഒന്നും ഉണ്ടാവില്ല, ഒക്കെ കുറച്ച് ഇതുള്ളൂ, കഴിയാനായി തുടങ്ങിയ എല്ലാ പ്ലാന്റ്സും. സീസൺ കഴിയാറായി. സീസൺ കഴിയാൻ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്, പ്ലാന്റ്സ് കിട്ടാനുള്ള അവൈലബിലിറ്റി കുറഞ്ഞു. ഓക്കെ ഓക്കെ, ഇനി മഴക്കാലം കഴിയണല്ലേ അടുത്ത. ഓക്കെ, ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാ. പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, നല്ല ഭംഗിയ പൂക്കളാണ്. നല്ല ഡാർക്ക് പിങ്ക് ആൻഡ് ഒരു ക്രീം ഷെയ്ഡാണ് ഉള്ളിൽ വരുന്നത്. ലീഫ് ആണെങ്കിൽ നമുക്ക് ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇത് പൂക്കൾ കൊഴിഞ്ഞ് നെക്സ്റ്റ് ബ്ലൂമിങ് ആയി തുടങ്ങി. റെഡ് സെപ്റ്റംബർ അല്ലേ? റെഡ് സെപ്റ്റംബർ. ഇത് അടിപൊളിയാ, മഹാറാണി പോലെ തന്നെ. ഓരോന്നിനും ഓരോ ഭംഗി, ഒന്നിനും കമ്പയർ ചെയ്യാൻ പറ്റില്ല, വേറെ വേറൊരു ഭംഗി. അതെ, പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു അറിയാം ഇതിന്റെ ഇടയിൽ കൂടെ, ഡാർക്ക് ഷെയ്ഡിന്റെ ഇടയിലേ. ഇതും ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്, വെരിഗേറ്റഡ് ബ്ലൂ ഐസ് എന്ന് പറയും ഇതിനെ. ലീഫ് വെരിഗേറ്റഡ് ആണ്, അതുപോലെ തന്നെ പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു, നല്ല മൂവിങ്. ഇത് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാൻ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ്. അതിന്റെ പ്ലാന്റ് കണ്ടില്ലേ, നല്ല ബുഷി പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ബോട്ടിൽ 10 ഇഞ്ചിന്റെ ഉണ്ട്, 8 ഇഞ്ചിന്റെ ഉണ്ട്. സിംഗപ്പൂർ പിങ്ക്. ഓക്കെ, ഇത് സക്കുറ ബെല്ലാക്ക എന്ന് പറഞ്ഞുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് വെരിഗേറ്റഡ് ലീഫാണ് ഇതിന്റെ, കണ്ടില്ലേ. പൂക്കളും ഒരു ഡാർക്ക് കളറാണ് വരുന്നത്, ഡാർക്ക് ഒരു പീച്ച് കളറിലേക്ക് ചേഞ്ച് ആയി വരുന്ന ഒരു പൂവാണ്. ഇത് നിറച്ച് ബൊക്കെ പോലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിപ്പോൾ കൊഴിഞ്ഞതാണ്. ഇത് വെരിഗേറ്റഡ് ആണല്ലേ? വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത്. മറ്റേ നമ്മൾ കണ്ടത് ഗ്രീൻ ലീഫാണ്. ഓക്കെ, ഇത് നമുക്ക് വേറെ പ്ലാന്റ് ഉണ്ടോ കൊടുക്കാനായിട്ട്? കുറച്ചുണ്ട്. സീസൺ കഴിയാറായതിന്റെ അതെ, അവൈലബിലിറ്റി കുറവ് നമുക്ക് പ്ലാന്റ്സ് കിട്ടണം. ക്രിസ്റ്റീനയുടെ പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ള ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഡാർക്ക് കളറിൽ വൈറ്റ് കളർ കയറി വരുന്നതാണ്. ക്രിസ്റ്റീന പൂക്കൾ ഒറിജിനൽ പൂവ് ഇതാണ് വരുന്നത്, കണ്ടില്ലേ. ഇതാണ് ക്രിസ്റ്റീനയുടെ പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ള ഒരു പ്ലാന്റ്. ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടാ. നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കള്. ആദ്യം വൈറ്റ് കളർ വരും, ഒരു യെല്ലോ വരും, എന്നിട്ട് ഒരു ഓറഞ്ച് കളറിലേക്ക് മാറും, പിന്നെ ഒരു പിങ്ക് കളർ വരും, അങ്ങനെ മാറി മാറി വരും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടാ. സെയിലിനായിട്ടുള്ളതാ. ഇതൊക്കെ റയർ വെറൈറ്റി ആയിരിക്കും. റയർ ആണ്, നല്ല ഭംഗിയാ, കൂടുതൽ മൂവ് ചെയ്യണ ഒരു വെറൈറ്റി ആണ്.